യെസ്, നാളത്തെ ഓണം എക്സാമിന് സോഷ്യൽ ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ് എന്ന ചാപ്റ്ററിൽ തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന ചാപ്റ്ററിൽ ചോദിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും, ഉറപ്പായിട്ട് ചോദിക്കും, ഒരു സംശയം വേണ്ട. നമ്മളുടെ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീംസ്, ഗവൺമെന്റ് നമുക്ക് തന്നിരിക്കുന്ന സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീംസ് ഏതാണെന്നും അതിന്റെ ഗുണഭോക്താക്കൾ അതായത് ബെനിഫിഷ്യറീസ് ആരാണെന്നും എന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നവജീവൻ പ്രോജക്റ്റ് ആണ്. നവജീവൻ, എൻ ജീവൻ എന്ന് ഓർത്തിട്ട് നമ്മൾ ആരെ പഠിക്കണം? സീനിയർ സിറ്റിസനെ, മുതിർന്ന പൗരരെ പഠിക്കണം എന്ന് മിസ് ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെ? യെസ്. ഇനി അടുത്തത് എന്താണ്? കൈവല്യ. കൈവല്യ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാ? കൈത്താങ് കൊടുക്കാണ്. ആർക്ക്? ഭിന്നശേഷിക്കാർക്ക്, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ആണെന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കുക. ഇനി അടുത്തത് നമ്മുടെ ക്ലാസ്സിലെ ശരണ്യ ഓർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ശരണ്യ എന്ന് പറഞ്ഞ പ്രൊജക്ട് ആർക്ക് വേണ്ടിയിട്ട്? വുമൺ ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ട്, വനിതകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. ഇനി ഇതേ ചാപ്റ്ററിൽ നിന്ന് അടുത്തൊരു ചോദ്യം ഇങ്ങനെയായിരിക്കും, ഏതാണ് നമ്മളുടെ കാർഷിക തൊഴിലുകൾ എന്നും കാർഷികേതര തൊഴിലുകൾ, അതായത് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റും നോൺ അഗ്രികൾച്ചറൽ ഓക്യുപ്പേഷനും ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ഇതേപോലെ ഒരു ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് അഗ്രികൾച്ചർ എന്നും ഏതാണ് നോൺ അഗ്രികൾച്ചർ എന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതേണ്ടി വരും. അതായത് അഗ്രികൾച്ചർ, പിന്നെ അതേപോലെ കാറ്റൽ റെയറിങ്, പിന്നെ ഏതാണ്? ഫിഷിങ്, റബ്ബർ ടാപ്പിംഗ്, ഇതൊക്കെ ഇതിലാണ് വരുന്നത്? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റിലാണ് അല്ലെ? അപ്പൊ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റിൽ ഏതൊക്കെയാണ് വരുന്നത്? താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇത് നോക്കിയിട്ട് എഴുതി കമന്റ് ചെയ്യാം കേട്ടോ. മിസ്സിന്റെ ഫേവറേറ്റ് യെല്ലോ ഫ്ലവേഴ്സിന് കൂടെ വേണം കമന്റ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം സോഴ്സസ് ഓഫ് ഇൻകം, ഏതാണ് വരുമാന സ്രോതസ്സുകൾ എന്ന ചോദ്യം കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഏതൊക്കെയാണ് വരുമാന സ്രോതസ്സുകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, എംപ്ലോയ്മെന്റ്, ജോലിയുണ്ട്, തൊഴിലുണ്ട്, പിന്നെ അഗ്രികൾച്ചർ, കൃഷിയുണ്ട്, പിന്നെ അസറ്റ്, ആസ്തി, പിന്നെ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ്, ബാങ്ക് നിക്ഷേപണം, ആൻഡ് ബിസിനസ്. ഇത്രയും ആണ് നമ്മുടെ സോഴ്സസ് ഓഫ് ഇൻകം നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക് കൂടെ പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റർ സെറ്റ് ആണ്. ഇത്ര കാര്യങ്ങളായിരിക്കും ഈ ഒരു ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ്, തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന ചാപ്റ്ററിൽ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മറക്കണ്ട, ഇതേപോലെയുള്ള കുറെ ഐഡിയാസും ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മറക്കണ്ട, മിസ് ചോദിച്ചിരുന്ന ചോദ്യത്തിന് ഉത്തരവും താഴെ മിസ്സിന്റെ ഫേവറേറ്റ് ഫ്ലവേഴ്സിനൊപ്പം തന്നെ കമന്റ് ചെയ്യാം. ബൈ.